ഹായ് ഓൾ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സരയുവിന് ഡ്രസ്സുമായിട്ട് താര വന്നിരിക്കുകയാണ്. അപ്പോൾ താര വന്ന് കഥകിന് മുട്ടിപ്പോൾ തന്നെ ഷാരി വന്ന് കഥക് തുറന്നു കൊടുത്ത് എന്നിട്ട് പറയാണ്, പിന്നെ എന്തായിരുന്നു ചോദിച്ചാൽ അപ്പോൾ സരയുവിനുള്ള ഡ്രസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷാരി പറയാണ്, എൻ്റെ മോൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, നീ നിൻ്റെ പാട് നോക്കി പോവാൻ നോക്കടി, ഞാനിത് കൊടുത്തിട്ട് പോയിക്കോളാം എന്നവർ അവരുടെ ആംഗ്യ ഭാഷയിൽ പറയുകയാണ്, അതായത് ആക്ഷനായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഷാരി പറയാണ്, വേണ്ട, നിൻ്റെ ഡ്രസ്സ് വേണ്ട, അവൾക്ക് ഓണക്കോടിയായിട്ട് ഞാൻ ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അവർ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അതായത് ഷാരി വാതിൽപ്പടിക്ക് കൈവച്ചിട്ടാണുള്ളത്. അപ്പോൾ ആ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അവർ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്തും അവർ വലിച്ച് താഴെയിടുകയാണ്. സ്റ്റെയർ കേസ് കയറിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അതായത് ഷാരിയുടെ റൂം മുകളിലാണ്, സരയുവിൻ്റെ റൂം മുകളിലാണല്ലോ, അതുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും വലിച്ചിടുകയാണ്. മേലേക്ക് പോകുന്ന സമയത്ത് താരയെ വീണ്ടും വലിച്ചിടുകയാണ്, അതായത് പോകണ്ട എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവർ അതൊന്നും കാര്യമാക്കാണ്ട് വീണ്ടും വീണ്ടും കയറി പോവാണ്. അപ്പോൾ പിന്നെ അവിടെ അടിയും പിടിയും ബഹളവുമൊക്കെയായി. അപ്പോൾ അതിൽ ഷാരി പിടിച്ച് തള്ളിയപ്പോൾ താര പോയി വീണു. താര പോയി വീണിട്ട് തലയാണ് അടിച്ചു പോയത്. താര വീണു, തലയടിച്ചു. അപ്പോൾ പിന്നെ ബോധമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഷാരി പല ശ്രമങ്ങളും നടത്തി നോക്കി. വെള്ളം തളിച്ച് നോക്കുകയോ കൈ പിടിച്ച് നാടി പിടിച്ച് നോക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷേ ഒരു വിധത്തിലും താരയ്ക്ക് ബോധമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഷാരിക്ക് അതായത് ബേജാറായി. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധവും ഇല്ല, അവർ അനങ്ങുകയും ചെയ്യുന്നില്ല. അപ്പോൾ വല്ലാത്ത വിഷമത്തിലാണ് ഷാരി ഉള്ളത്. ഷാരി എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി. പിന്നെ അപ്പോഴും ആ സമയത്ത് ഷാരി ചിന്തിക്കുന്നത് കിരൺ പറഞ്ഞ വാക്കുകളാണ്. നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് നിങ്ങൾ അടക്കി പിടിക്കുന്ന മകളുണ്ടല്ലോ, അത് നിങ്ങളുടെ മകളല്ല, അവർക്ക് സ്വന്തമാണ്. അതായത് സരയോ താരേൻ്റെയുടെ മോളാണ്. നിനക്കെൻ്റെ മോളെ വേണം അല്ലാടി, തരാടി, എണീറ്റ് പോടി അവിടുന്ന്. ഇവളുടെ ബോധം പോയോ, ഇവളെന്താ അനങ്ങാത്തത്, എണീക്കടി എന്ന് പറഞ്ഞ് ഷാരി അവരെ ഉരുട്ടി വിളിക്കുകയാണ്. അവസാനം ഷാരി പറയാണ്, ഇവളുടെ ജീവൻ പോയെന്നാ തോന്നുന്നത്. ഷാരി പെട്ടെന്ന് തന്നെ എണീറ്റ് പോയി കഥകളൊക്കെ അടച്ചു, പുറത്തുനിന്ന് ആരും കാണണ്ട എന്നുള്ള ധാരണയിൽ. എന്നിട്ട് ഷാരി അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് വീണ്ടും വിളിക്കുകയാണ്. അതായത് പറഞ്ഞാൽ എണീക്ക് എന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ ഇവളെ സ്നേഹിക്കുന്നവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ ഈശ്വര, എണീക്കടി എന്ന് പറഞ്ഞിട്ട് ഉരുട്ടി വിളിക്കുകയാണ്. പക്ഷെ ഒരു തരത്തിലും അവർ അനങ്ങുന്നില്ല. ഇവളെ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എൻ്റെ കൈകൊണ്ടായതുകൊണ്ടാണ് ദുരന്തമായി തോന്നുന്നത്. ഷാരി പിന്നെ അധികമൊന്നും ആലോചിക്കാതെ അവരെ വലിച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്, അടുക്കളയിൽ അതായത് വാഷ് ബേസും സീറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു നീട്ടമുള്ളൊരു സീറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെയാണ് വെച്ചത്. ഷാരിക്ക് കിതക്കുകയാണ്, അതായത് പറഞ്ഞാൽ അവരെ വലിച്ചു കൊണ്ടുപോയത് കൊണ്ട്. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. പുറത്ത് വന്നത് മറ്റാരുമല്ല, നമ്മളെ ബകാസുരനായിരുന്നു. ബകാസുരൻ അവിടെ വന്നിട്ട് നോക്കുകയാണ്. അവൾ വാതിൽ തുറന്നിട്ടതിന് ശേഷം നോക്കുകയാണ്. അപ്പോൾ അവൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, അതായത് ഇയാൾ ഒരുത്തനാണ് എനിക്ക് ഇങ്ങനെയുള്ള ഗതിയൊക്കെ വന്നത്. ഷാരി പിന്നെ കതക് തുറന്നു കൊടുത്ത് അപ്പടനെ അകത്തേക്ക് കയറിപ്പോയി. ബകാസുരൻ ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നോക്കല്ല, കഴുത്ത് ഞെരിച്ച് കൊല്ലുക വേണ്ടത്. നിനക്ക് എന്താ ഷാരി പറ്റിയത്? നീ അടങ്ങി നിൽക്കൊന്ന്. ഓണം കഴിയുന്നവരെയെങ്കിലും സാധാരണ മനുഷ്യന്മാരെ പോലെ പെരുമാറാൻ നോക്ക്. എനിക്കിനി അതിന് പറ്റില്ലടോ, അത്രയ്ക്ക് താനെന്നെ തകർത്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഞാനിനി കൊലയാളിയായാലും താനാണ് അതിന് ഉത്തരവാദി. നീ എന്നെ കൊല്ലുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ രീതിയിലാണ് നിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. അതെ, നിങ്ങളെയായിരുന്നു കൊല്ലേണ്ടിയിരുന്നത്, പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാ. അപ്പോൾ ബകാസുരൻ ഞെട്ടുകയാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ പറയുമല്ലേ ഇടക്കിടക്ക് എൻ്റെ തലയ്ക്ക് സുഖമില്ലെന്ന്. അതെ, എൻ്റെയാണ് തലയ്ക്ക് സുഖമില്ലാത്തത്. അതുകൊണ്ട് എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്. ഇനി എൻ്റെ ഭാവി അതാ. മോളുടെ പ്രസവം കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മരുമോൻ്റെ ഒക്കെ അമേരിക്കയിൽ പോകാമായിരുന്നു. അതിനും കഴിയുന്നില്ലല്ലോ. അപ്പം ബകാസുരൻ പറയാണ്, അമേരിക്കയെ? അത് നിൻ്റെ സ്വപ്നം മാത്രമാണ്. നമ്മുടെ മരുമോൻ ഒരു ഭൂലോക കള്ളനാ. അപ്പോഴേക്കും ഷാരി കടന്ന് വീണു അയാളുടെ കോളറിൽ പിടിച്ചിട്ട് വലിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എടാ, നിൻ്റെ തടിയും നീളവും വലിപ്പവും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിക്കുക. നെഞ്ചത്ത് നോക്കി ഇടിച്ചു തരും ഞാൻ. ഇടിക്ക്, എൻ്റെ നെഞ്ചിടിച്ച് കലക്ക്, എന്നിട്ട് എന്നെ കൊല്ല്. അത്രയ്ക്ക് പെട്ടെന്നൊന്നും നിങ്ങൾ മരിക്കാൻ പാടില്ല. അത്രയ്ക്ക് മഹാപാവാണ് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത്.
നിന്നെ ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എന്നുള്ള കാര്യം ഉറപ്പാ. എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. എനിക്ക് നല്ല ധാരണ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും തന്നതും ഇപ്പോൾ അതിലിരട്ടി തരുന്നതും നിങ്ങൾ തന്നെയാ. എൻ്റെ മോളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. കുഞ്ഞുനാളിലെ അവളെ കൊഞ്ചിച്ചു വളർത്തി കല്യാണവും കഴിപ്പിച്ചു. എന്നിട്ടോ അവസാനം ഈ അമ്മാവൻ്റെ അനന്തരവൻ തന്നെ അവളെ കത്തിച്ചു ജീവനോടെ എൻ്റെ മോളെ. ആ സമയത്ത് എൻ്റെ മകൾക്ക് താങ്ങും തണലുമായിട്ട് വന്നവനാ എൻ്റെ മരുമകൻ. മരുമകനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ അടുക്കളയിൽ കിടക്കുന്ന കറിക്കത്തി ഉണ്ടല്ലോ, നിങ്ങളെ നെഞ്ചത്താൻ കയറ്റും. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നിട്ട് ഷാരി ഒരിടത്ത് പോയിരുന്നിട്ട് കരയാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? അയാൾ വീണ്ടും അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ ഷാരി? പോടോ, താൻ പോടോ, താൻ തൻ്റെ മുറിയിലേക്ക് പോ. തന്നെ എനിക്ക് കടിച്ചു കീറാനുള്ള ദേഷ്യ വരുന്നത്. പിന്നെ കാണിക്കുന്നത് കല്യാണിയെ കൊണ്ടുവിട്ട് കിരൺ വന്നിരിക്കുകയാണ്. കിരൺ വന്നിട്ട് അകത്തേക്ക് കയറാതെ വണ്ടിയും നിർത്തിയിട്ട് അവിടെ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് വിഷമത്തോടെ. അപ്പോൾ അടുത്ത് കല്യാണിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, മോള് പോയോ മോനെ? ആ ആ അമ്മേ, ഫ്ലൈറ്റ് പോകുന്നത് വരെ നോക്കി നിന്നിട്ടാണ് വന്നത്. അവൾ ഒരുപാട് കരഞ്ഞു പോകുന്ന സമയത്ത്. ഞാൻ അവളുടെ മുമ്പിൽ സങ്കടം അടക്കി നിൽക്കായിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോവാതിരുന്നത്. 1-2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. മോൻ പറഞ്ഞതുപോലെ അവൾ ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ല. അതിൻ്റെ ഒരു വേദന എനിക്കും ഉണ്ട്. പിന്നെ ലോകം കാണുന്ന മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പം എനിക്ക് അഭിമാനം തോന്നുക. ഇങ്ങനെയൊക്കെ ലോകം കാണും, ലോകം കറങ്ങും എന്നൊക്കെ അച്ഛനും അമ്മൂമ്മയൊക്കെ പറഞ്ഞിരുന്നത് വിക്രത്തെ പറ്റിയാണ്. ഒരിക്കലും വീടും അമ്പലവുമായി കഴിയുന്ന കല്യാണി ഇതുപോലൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയതേയല്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവർ കൈകൂപ്പുകയാണ്, അതായത് കിരണിൻ്റെ മുമ്പിൽ. ഏയ്, എന്താ ഇത് അമ്മേ? ഞാൻ തൊഴേണ്ടത് അമ്മയല്ലേ? ജീവിക്കാൻ ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ടും ഒരുപാട് അഴുക്കുചാൽ നീന്തിക്കിടന്നിട്ടും അവളുടെ സ്വഭാവത്തിന് വൈകല്യം വരാതിരുന്നതിൽ അതിന് കാരണക്കാരി അമ്മ തന്നെയാണ്. ഈ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും തൊഴേണ്ടത് അവരവരുടെ അമ്മമാരെ തന്നെയാണ്. എന്നുവെച്ചാൽ ഓരോ പെൺകുട്ടിയിലും ഓരോരോ നല്ല സ്വഭാവം കാണുന്നുണ്ടെങ്കിൽ അത് പകർത്തു കൊടുക്കുന്നത് അവരവരുടെ അമ്മമാർ തന്നെയാണ്. പിന്നീട് വിവാഹം പോയതിന് ശേഷം ഭർത്താക്കന്മാരുടെ വീട്ടിൽ ചില പെൺകുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇതേ വളർത്തിയ അമ്മമാർ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ നന്നായി വളർത്തിയതാ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ. പക്ഷേ അവരെ തന്നെയാണ് സ്വന്തം മകൾ പകർത്തിയതെന്ന് അവർ ഒരിക്കലും ചിന്തിക്കില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണിയിൽ നന്മയുണ്ടെങ്കിൽ, കല്യാണി നല്ല കുട്ടി ആയിട്ടുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് തരേണ്ടത് അമ്മയ്ക്ക് തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് അമ്മ തന്നെയാണ്. എന്ന് വെച്ചാൽ അമ്മയല്ല, അമ്മയ്ക്ക് മുന്നിൽ ഞാനാ തൊഴേണ്ടത്. അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, മോനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ. പിന്നെ പോയത് കല്ലുമോൻ്റെ അടുത്തേക്കാണ്. കല്ലുമോൻ എണീറ്റ് കളിക്കുകയോ ചിരിക്കുകയോ വർത്തമാനം പറയുകയൊക്കെ ചെയ്യാണ്. മോനെ വാടാ എന്ന് പറഞ്ഞ് അവനെ എടുക്കുകയാണ് കിരൺ. എന്നിട്ട് പറയാണ്, മോൻ ആരെയാണ് നോക്കുന്നത്? അമ്മയാണോ? അമ്മ കുറച്ച് ദിവസം നമ്മുടെ അടുത്ത് നിന്ന് പോയടാ മോനെ, നീ 6 ദിവസം കഴിഞ്ഞേ വരൂ. പിന്നെ അവൻ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് ചിന്തിക്കുകയാണ് കല്യാണിയുമായിട്ട് കഴിഞ്ഞു പോയ നിമിഷങ്ങളും ദിവസങ്ങളും സമയങ്ങളും ഒക്കെ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രസേനെയാണ്. ചന്ദ്രസേൻ ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് രൂപയോട് പറയാണ്, എടോ എടുക്കുന്നില്ല, ഞാനാ അവൾക്ക് ഓണക്കോടി വാങ്ങിച്ചു കൊടുത്തത്. അതാണെങ്കിൽ നല്ല വിലയുള്ള ഓണക്കോടിയാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് വിട്ടത്. അതും കൊണ്ട് സരയുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞത്. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രൂപ പറയാണ്, എന്നാൽ ചിലപ്പോൾ ഫോണ് സൈലൻസിലാണെങ്കിലോ? ഇന്നേ വരെ അവൾ ഫോണ് സൈലൻസിൽ വെച്ചിട്ടില്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെക്കുക ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടും. സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്, മെസ്സേജ് ഇടാറാണ് പതിവ്. അതും ചെയ്തിട്ടില്ല. പക്ഷേ രൂപ പറയാണ്, ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. റിങ് ചെയ്യുന്നുണ്ട്. ആകെ ഇപ്പോൾ ടെൻഷനായല്ലോ. ഞാൻ തന്നെ കൊണ്ടുവിട്ടാൽ മതിയായിരുന്നു. കിരണിനോടാണെങ്കിൽ വിളിച്ച് പറഞ്ഞതുമില്ല. ആരാ കിരണിൻ്റെ വീട്ടിൽ പോയിട്ടായിരിക്കുമല്ലോ അങ്ങോട്ടേക്ക് പോകേണ്ടത്. കല്യാണി മോള് ഡൽഹിയിലല്ലേ, പിന്നെ കിരൺ പുറത്തായിരിക്കുമെന്നും അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ സരിയുവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരാരെങ്കിലും ഇനിയിപ്പോൾ ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ?
ഇത്തവണ ഉത്രാടത്തിന് തന്നെ വരുമെന്ന് താര പറഞ്ഞതാ രൂപ പറയാ. എന്തായാലും ചന്ദ്രേട്ടൻ ടെൻഷൻ അടിക്കണ്ട, അവൾ വിളിക്കുമായിരിക്കും. അറിയാലോ അവളുടെ കാര്യങ്ങൾ. ഒരു സമയത്ത് താൻ പോലും അവളെ തെറ്റിദ്ധരിച്ചതാ. എന്നെയും അവളെയും ചേർത്ത് കഥകളുണ്ടാക്കിയപ്പോൾ നീയും അത് വിശ്വസിച്ചതാ. ഒരുത്തൻ ചതിച്ചെങ്കിലും ആ കുഞ്ഞിനെയെങ്കിലും അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവൾ ആ കുഞ്ഞിനെ കൊണ്ട് സന്തോഷിച്ചേനെ. ആ ഭാഗ്യം പോലും അവൻ ഇല്ലാതാക്കി. ഇനി താരയെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വെട്ടിമുറിക്കും ഞാൻ. അപ്പോൾ രൂപ പറയാണ്, അത് ചന്ദ്രേട്ടൻ ചെയ്യേണ്ടി വരില്ല, ഞാൻ തന്നെ അത് ചെയ്യും. കൂടപ്പിറപ്പാണെന്നൊന്നും ഞാൻ നോക്കില്ല. സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അയാൾക്ക് വിഷം വിളമ്പിക്കൊടുക്കും. അവൾ അങ്ങോട്ടല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? അവൾ എവിടെയായിരിക്കും? ചന്ദ്രസേനൻ വിഷമത്തോടെ നിൽക്കുകയാണ്. കാണിക്കുന്നത് ഷാരിയയാണ്. അപ്പോൾ സരിയും മനു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. സരിയു ചോദിക്കുകയാണ് എന്നിട്ട്, അമ്മ എന്താ ഓണക്കോടി വാങ്ങിക്കാൻ പോകുമ്പോൾ വരാതിരുന്നത്? എന്തോന്ന് ഓണക്കോടി മോളെ, ഞാൻ പറഞ്ഞില്ലേ മോളുടെ അച്ഛന് വയ്യാതായതോടെ എനിക്ക് ഓണവും ഇല്ല സംക്രാന്തിയും ഇല്ല. അപ്പോൾ മനു പറയാണ്, അമ്മ ഇങ്ങനെ ഡെസ്പാവല്ലേ. പിന്നെ സരയു പറയാണ്, അതെ ഇത് അമ്മയ്ക്കുള്ള ഓണക്കോടി മനുവേട്ടൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. അമ്മ നോക്ക്, മോനല്ലേ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഒട്ടും മോശമാവില്ല. എങ്കിലും ഒന്ന് നോക്കമ്മേ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അത് തുറന്ന് നോക്കിയിട്ട് അവർക്ക് നല്ല സന്തോഷമായി. അപ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൾക്ക് കൊണ്ടുവന്ന ഓണക്കോടി ഇവിടെ കിടക്കുക, അത് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് മോൾക്ക് കൊടുക്കാം. മനു ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് അമ്മേ? എനിക്കിഷ്ടമായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് മനു പറയുന്നത്, അമ്മയ്ക്ക് നല്ല അവശതയുണ്ടല്ലോ, അച്ഛൻ്റെ കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടാവും എന്നെനിക്കറിയാം. എങ്കിലും അതല്ല നേരത്തെ മുതലേ ഒരു ജീവനില്ലാത്ത അവസ്ഥ അല്ലേ മോളു? അതെ ഇടയ്ക്ക് പാചകം ചെയ്യുന്ന സമയത്ത് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പൊക്കെ ഇടുന്നത് കണ്ടിരുന്നു. എന്തായാലും ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു കേട്ടോ. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളവും കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല മോളെ. അപ്പോഴാണ് മനു പറയുന്നത്, അമ്മ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അച്ഛനെ കൊണ്ടുപോയി കാണിച്ച സൈക്കാട്രിസ്റ്റിനെ നമുക്കൊന്ന് പോയി കാണാം. അല്ല, എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ. എനിക്ക് അയാളെപ്പോലെ ഒരു കുഴപ്പമില്ല മോനെ. അറിയാം അമ്മേ, എങ്കിലും മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന താരങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെ ഒരു ഡോക്ടർമാരും ഉണ്ടാവും. അതവർക്ക് അസുഖം ഉണ്ടായിട്ട് പോകുന്നൊന്നല്ല. ഒരു സൈക്കാട്രിസ്റ്റ് നമുക്കൊപ്പം ഉള്ളത് നമുക്കൊരു ആശ്വാസമല്ലേ. സത്യം പറഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അവർ പറയാണ്, അയ്യോ എനിക്കിനി ആരെയും കാണണ്ടായേ, എൻ്റെ ജീവിതം ഏതാണ്ട് നിലച്ച അവസ്ഥയാണ്. പിന്നെ ചലനമറ്റി കിടക്കുന്ന ആൻറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ താരാൻറ്റി എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് നാളെ പറയാം. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.